ഹായ് ഗൈസ്, അപ്പം ഞങ്ങളങ്ങനെ കല്യാണപ്പുരയിലെത്തി കേട്ടോ. കല്യാണപ്പുരയിലെത്തി. ഇതാണ് എൻ്റെ മക്കളുടെ ഡ്രസ്സ്, വയലറ്റ് കളറാണ്. അവിടെ ഭയങ്കര ഫോട്ടോ സെക്ഷനെല്ലാം നല്ല തകർത്തിയായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ കുട്ടികൾക്കാണല്ലോ ഇന്ന് ആഘോഷം, കല്യാണം എന്ന് പറയുമ്പോൾ ഓല അടിച്ച് പൊളിക്കുന്നുണ്ട് മക്കള്. അപ്പം ഞാൻ ഉള്ളിലേക്ക് പോട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ മക്കളുടെ ഡ്രസ്സ് കേട്ടോ. അപ്പം അങ്ങനെ എല്ലാവരും വന്നവരെല്ലാം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഞ്ഞിപ്പത്തിൽ വരുത്തുന്നുണ്ട്. പിന്നെ മക്കളതാ ഒരേ ഡാൻസും വൈബും എല്ലാം ആണ്, അടിച്ച് പൊളിക്കുന്നുണ്ട് മക്കൾ. ഭയങ്കര ഫുൾ ഡാൻസ് ആയിരുന്നു. ഫുൾ ഡാൻസ് എന്ന് പറഞ്ഞാൽ അന്ന് ഫുള്ളായിട്ട് വല്ല ഡാൻസ് ചെയ്തെന്ന് തന്നെ പറയാം. പിന്നെ മക്കൾ കളിക്കുന്നുണ്ട്. അങ്ങനെ ഡാൻസ് കളിച്ച് കുറച്ചൊന്നും മടുത്തെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നുമില്ല നിർത്തിയതാട്ടോ. അതെല്ലാം കഴിഞ്ഞാൽ ഇവരെ ഡാൻസ് പിന്നെ ഇവർ തുടങ്ങി. പിന്നെ ഡാൻസ് തുടങ്ങി. അവിടുന്ന് അപ്പോൾ പെണ്ണിന് ഫോട്ടോസ് എല്ലാം എടുക്കണം എന്നെല്ലാം പറഞ്ഞപ്പോൾ പിന്നെ അവർ താഴെ ഇറങ്ങി ഡാൻസ് കളിക്കാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ഡാൻസ് ആയിരുന്നു. പിന്നെ ഫോട്ടോ സെക്ഷൻ ഓരോരുത്തർ നാളത്തേക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യം അങ്ങനെ അവർ വന്നേറി. പിന്നെ അവർ വന്നതോടെ പിന്നെ അവർ സ്വീകരിക്കലും അവർ ഇതാക്കലെല്ലായി. പിന്നെ അതിലേക്ക് എല്ലാവരും ചായ കൊടുക്കലും ഭയങ്കര അങ്ങനെ അവർ ഡ്രസ്സും കൊണ്ടുവന്ന് അതിന് ശേഷം ഫോട്ടോ ഷൂട്ടിംഗ് ആയി. പിറ്റേത്തെ കാര്യം കേട്ടോ. കല്യാണത്തിന് പിന്നെ എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാനും ഒരുപാട് കസിൻസ് വന്നിരുന്നു. പിന്നെ അതിൻ്റെ ജോലി തിരക്കിലായിപ്പോയി. പിന്നെ ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷൻസ് എല്ലാം ഇങ്ങനെ ഒരുപാട് എടുക്കാനുണ്ടായി.
അതെല്ലാം കഴിഞ്ഞ് പിന്നെ ചെക്കൻ്റെ ആൾക്കാരെല്ലാം വരുന്ന മുന്നേ എല്ലാം എടുത്ത് തീർക്കണ്ടേ. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ്. പിന്നെ നിക്കാഹിനുള്ള ഈത്തപ്പഴവും തേങ്ങയും പിന്നെ കൽക്കണ്ടവും പിന്നെ ജീരകമെല്ലാം ഇട്ട് അതെല്ലാം പിന്നെ ഇങ്ങനെ വന്നെല്ലാവരും അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പം നിക്കാഹിന് വലിയ വലിയ ആൾക്കാരും ഉസ്താദ്മാരും എല്ലാവരും വന്ന് സ്റ്റേജിൽ എല്ലാം സെറ്റാക്കി എത്തി. പിന്നെ ചെറുതായി ഒന്ന് ഫോട്ടോഗ്രാഫി ഉണ്ടായി. അപ്പം അത് വീഡിയോയിൽ എടുക്കണമെന്ന് അപ്പം അതെല്ലാം സെറ്റാക്കി വെച്ചതാണോ. ഞാന് അവിടെ നിന്ന് പോകുന്ന ഇവിടെ കുത്തുന്നു കരയുന്ന എല്ലാവരും കൂടി കൊന്നിട്ട് വോയിസ് കട്ട് ഭയങ്കര ഏകദേശം കഴിയാറായി. പിന്നെ എല്ലാ ഫാത്തിയെല്ലാം കഴിഞ്ഞു. പിന്നെ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയി. ഓക്കെ. അങ്ങനെ മഹർ കെട്ടാൻ വേണ്ടി നിൽക്കുന്നു. അപ്പോൾ മഹറെല്ലാം കെട്ടാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. അങ്ങനെ മഹർ കെട്ടലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഉപ്പ തന്നെ കേട്ടോ അത് ഓർക്കുന്നതെല്ലാം. അപ്പം അങ്ങനെ ഉപ്പ തോർന്ന് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ മധുരെല്ലാം കൊടുത്ത് അങ്ങനെ നമ്മൾ ഏകദേശം പുറപ്പെടാനായി. ചെക്കനും പൊണ്ണും പുറപ്പെടുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ വേറൊരു കാര്യം മോള് കരഞ്ഞിട്ട് അങ്ങനെ ഓളെ നോക്കാൻ പോയി. അതുകൊണ്ട് പിന്നെ എനിക്ക് അവർ ഇറങ്ങുന്ന ഒരു സീൻ എടുക്കാൻ പറ്റിയില്ല.
അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കണ്ടോ ഇവരെല്ലാം കൊണ്ടാക്കാൻ വരുന്നവരാ. വലിയൊരു ബസ് ഫുള്ളായിട്ട് കൊണ്ടാക്കാൻ പോയിരുന്നു ഗൈസ് ഞങ്ങൾ. അപ്പം ഞാൻ കാറിലായിരുന്നു, എനിക്ക് ബസ്സിൽ ഇവളെയും കൊണ്ട് പോകാൻ കഴിയാത്തതുകൊണ്ട് ഇവള് കാറിൽ കയറിയിരുന്ന് കളിക്കുന്നുണ്ടാ. കണ്ണാടെല്ലാം ഇട്ട എനിക്ക് കയ്യിൽ എന്തോ ഒരു കരച്ചിലായിരുന്നു. നിലത്തെല്ലാം ഇറങ്ങി കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇറങ്ങി വരുന്നു. അപ്പോൾ ഞാൻ കാറിലങ്ങ് പോയി. അങ്ങനെ ഞങ്ങൾ മുന്നിൽ ഞങ്ങളെ ബസ്സുണ്ട്, ആ നീല ബസ്സില്ല, അതാണ് ഞങ്ങൾ ഉണ്ടായത്. അങ്ങനെ ഞങ്ങൾ ചെക്കൻ്റെ വീട്ടിലെത്തി കേട്ടോ. ചെക്കൻ്റെ വീട്ടിൽ